പോസിബിൾ ആണ്. അപ്പൂപ്പൻ എപ്പോഴും പറയാറുണ്ട് തിങ്ക് പോസിറ്റീവ്. അപ്പൊ ഇമ്പോസിബിൾ എല്ലാം പോസിബിൾ ആവും. അയ്യോ, ഇവൻ നമ്മുടെ പട്ടത്തിന്റെ നൂല് വെട്ടിയല്ലോ. പൊട്ടിച്ചല്ലോ. ഇതെങ്ങനെ സംഭവിച്ചത്? എന്റെ പട്ട അങ്ങനെയൊന്നും വെട്ടാൻ പറ്റില്ല. ഞാൻ നല്ല ബലമുള്ള നൂല് കൊണ്ടാ കെട്ടിയിരിക്കുന്നേ. അല്ലേ ചുൾബുൾ? അതെ അതെ, പിന്നെ അല്ലാതെ. വണ്ടി അവന്റെ നൂലിൽ കുപ്പിച്ചില്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് അവന്റെ നൂല് പൊട്ടിക്കാൻ കഴിയില്ല. ജിന്റു എന്റെ നൂല് ആർക്കും പൊട്ടിക്കാനാവാത്തതുപോലെ ബലമുള്ളതാക്ക്. ഓക്കേ ബോസ്. വീരിന്റെ പട്ടം എല്ലാ പട്ടങ്ങളെയും പൊട്ടിച്ചല്ലോ. അവനിതെങ്ങനെ ചെയ്ത്? ഞാനീ ആകാശത്ത് എന്താ ചെയ്യുന്നത്? ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിണ്ടു ചേട്ടൻ അവിടെയുണ്ട്. അവിടെ നിൽക്ക്. നീ ഇതെവിടാ പോകുന്നേ? എങ്ങോട്ടാണെന്നെങ്കിലും പറഞ്ഞിട്ട് പോ. വീരത്തെ പറക്കുന്നു. അങ്ങോട്ട് നോക്ക്. വീരത്തെ പട്ടത്തിന്റെ ഒപ്പം പറക്കുന്നു. അല്ലെങ്കിൽ ഈ ജിണ്ടു എന്ത് പണി കൊടുത്താലും പാതി വഴിയിലാക്കിയിട്ട് മുങ്ങിക്കളയും. ഞാൻ നിന്നെ രക്ഷിക്കാം വീർ. ഓൾറെഡി ഇവിടെ പ്രശ്നത്തില്ല. എന്നെ കൂടുതൽ ശല്യം ചെയ്യാൻ വരരുത്. ഓ വേഗം പോടുന്ന്. ഹലോ ഫ്രണ്ട്, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടുപോകും. എന്നിട്ട് എന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും. പിടിക്ക്. തത്തമ്മയെ കൊണ്ട് ആരോ ഇത് ചെയ്യിപ്പിക്കുകയാണ്. തത്തമ്മയുടെ പിന്നാലെ പോയി ഞാനവരെ പിടിച്ചോളാം. പുറത്തേക്ക് പറന്നു പോയി. ഡോണ്ട് വറി, ഞാൻ കാണുന്നുണ്ട്. ചുൾബുൾ സ്പീഡിൽ പോ, സ്പീഡിൽ പോ. അത് ഒരുപാട് മുന്നിൽ പോയി. പറക്കുന്നതിന്റെ അത്ര വേഗത്തിൽ കാലുകൊണ്ട് ഓടാൻ കഴിയില്ല. നീ ജിണ്ടുവിനെ വിളിക്ക്, അവൻ നമ്മളെ പറത്തിക്കൊണ്ട് പോകും. ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്താണ് ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് തത്തമ്മയുടെ പിന്നാലെ പോണം. ഞങ്ങളെ പറത്തിക്കൊണ്ടു പോ. അങ്ങയുടെ ആഗ്രഹങ്ങളാണ് എനിക്കുള്ള ആജ്ഞ. ആ തത്തമ്മ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അടുത്ത തവണ എന്തായാലും പിടിക്കണം. ജിണ്ടു ഇങ്ങ് വന്നേ. നീ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വേണ്ട, വേറെന്തെങ്കിലും പറ. ഇതെനിക്ക് പറ്റൂല. വീർ പ്ലീസ്. എന്താ ചെയ്തേ? പഴയ പോലെ ആക്ക്. വേഗം തന്നെ പഴയ പോലെ ആക്ക്. വീർ കം ഓൺ. നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹായ് ആന്റി. വരൂ, നമുക്കിനി പുറത്തിറങ്ങി നടക്കാം. എന്നാലേ കള്ളൻ നമ്മളെ കാണുള്ളൂ. അപ്പ അവനെ തത്തമ്മയെ അയക്കും. വരൂ വീർ. ഞാൻ എന്തായി കാണുന്നേ? വിട്ടുകുട്ട ചെല്ലടാ. ഇന്നെവിടെയാണ് മോഷണം നടത്തേണ്ടതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വീർ, നീ ഇതെന്ത് കോലത്തിലാ വന്നിരിക്കുന്നത്? ഇതെല്ലാം ഈ ജിണ്ടുവിന്റെ പണിയാ. ജിണ്ടു, ഇത് നീയായിരുന്നു?
അല്ല, ഇതാരാ എന്നെ പോലെ ഒരാൾ ഇവിടെ നിൽക്കുന്നത്? ഇല്ല, നീയാണ് ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ്. ഇതില് ജിണ്ടു ആരാണ് അപ്പൂപ്പൻ ആരാണെന്ന് മനസ്സിലാവുന്നേ ഇല്ലല്ലോ. ഓ, അപ്പൂപ്പനായിരുന്നോ? അപ്പൂപ്പൻ ഇവിടെ വരുമെന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഓഹോ, അപ്പോ നിങ്ങളും ടാക്സി ഡ്രൈവറിനെ പിടിക്കുവാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നോ? ശെടാ, എന്നാ അതെന്നോട് ആദ്യമേ പറയണ്ടേ? അപ്പൂപ്പ, ഇതിലാരാ ഇപ്പൊ അപ്പൂപ്പൻ? ഇവിടെ ഇതാ 2 അപ്പൂപ്പന്മാർ. ഇതെല്ലാം എന്താ ഇവിടെ സംഭവിക്കുന്നത്? അകടം പകടം മാലം പാലം, നിന്റെ ഓർമ്മകൾ മാഞ്ഞു പോട്ടെ. ഇതുവരെ നിങ്ങൾ കണ്ടതെല്ലാം ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോട്ടെ. വരൂ മോനെ, നമുക്ക് പോയി ആ ടാക്സി ഡ്രൈവറെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. താനാരാടോ? വരരുത്, എന്റെ അടുത്തേക്ക് വരരുത്. ഓ, നിക്ക്, അല്ല, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ഒന്ന് നിൽക്ക്. ദേ നിൽക്കുന്നു മുഖത്ത് മറുകുള്ള ഡ്രൈവർ. മോനെ, നീ ഞങ്ങളെ ഫുർസത്ത് കഞ്ച് വരെ ഒന്ന് കൊണ്ടുപോകുമോ? ആ, പിന്നല്ലാതെ കൊണ്ടുപോകാമല്ലോ അപ്പൂപ്പ. വണ്ടി ഓടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് പൈസ കിട്ടുക? പൈസ കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ നടക്കുക? ശരി, ഓക്കെ, നമുക്ക് പോവാം. വീർ, നമ്മൾ എന്ത് ചെയ്യാൻ പോവാണെന്നൊന്ന് പറയാമോ? ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? ഈ ടാക്സി ഡ്രൈവർ ആളില്ലാത്ത റോട്ടിൽ പോയി ഈ വണ്ടി നിർത്തും, എന്നിട്ട് യാത്രക്കാരെ കൊള്ളയടിക്കും. അതിന് നമ്മൾ പരിഹാരം കണ്ടെത്തണം. ഇതാണോ ഇത്രയും വലിയ പ്രശ്നം? ഇത് ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. നീ ഇപ്പൊ എന്താ ചെയ്തെന്ന് വേഗം പറ. അങ്കിളിന് ഇതെന്താ പറ്റിയ? അങ്കിൾ എന്തിനാ കരയുന്നേ? മുന്നിൽ റോഡൊന്നും കാണുന്നില്ല. നമ്മൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് ഇപ്പൊ എവിടെ എത്തിയെന്ന് ഒരു പിടുത്തമില്ല. മുന്നിൽ മാത്രമല്ലടോ, താഴെയും റോഡൊന്നും ഇല്ല. എന്റെ ടാക്സി ഭൂമിയിൽ ഓടുന്നതായിരുന്നു. ഇതെങ്ങനെ എയർ ടാക്സി ആയി മാറി? അത് പിന്നെ ആളൊഴിഞ്ഞ വഴികളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ആളുകള് എങ്ങനെ മോഷ്ടിക്കാന്നാ ഞാൻ. ഒന്ന് സമയം പറഞ്ഞിട്ട് പോകണ്ട മോനെ. നിന്നോട് സമയം പറയാൻ ഞാനിവിടെ നിന്നാൽ പിന്നെ എന്റെ സമയം നന്നായിരിക്കില്ല. രക്ഷിക്കണേ, ഭൂതം. അവരിതെവിടെ പോയി? നീയൊരു മണ്ടനാണല്ലോടാ മോനെ. നിന്നോട് ഞാൻ സമയം എത്രയെന്നല്ലേ ചോദിച്ചുള്ളൂ. അതങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? അല്ലെങ്കിൽ നിന്റെ വാച്ച് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ തന്നെ നോക്കില്ലായിരുന്നോ? സമയം എന്തായി മകനെ? ഭൂതം ഓടിക്കോ! ഭൂതം വന്നേ! ഭൂതം! ഒന്നവിടെ നിൽക്കിച്ചുമ്പോൾ ഭൂതവും പ്രേതമൊന്നും ഇല്ലെന്നേ. നീ എങ്ങോട്ടായി ഓടുന്നേ? ഒന്നവിടെ നിക്കേ. എങ്ങനെ നിൽക്കാനാ? പേടി കാരണം കാലം തന്നെ അങ്ങ് ഓടുന്നതാ. ഓടിക്കോ! ഭൂതം! ഡാച്ചു, ഡാച്ചു, ഡിങ്ചക്, ഡിങ്ചക്, ഡാച്ചു. ഇതൊക്കെ എന്താ ചൊൽപ്പോൾ? നീ എന്തിനാ വെറുതെ പിച്ചുമ്പിയൊക്കെ വിളിച്ചു പറയുന്നേ? അയ്യോ, ഇത് ഞങ്ങൾ ഡോങ്കിയിലൂടെ ഭൂതത്തെ ഓടിക്കാനുള്ള മന്ത്രമാണ്. ഓക്കേ, പക്ഷെ ദേവേത് നീ ഇനി ഓടരുത്. എങ്കിലേ എനിക്ക് ആ ഭൂതത്തിനെ പിടിക്കാനാവൂ. ഭൂതത്തെ ഇന്നവരാരും പിടിച്ചിട്ടില്ല. ആർക്കും പിടിക്കാൻ സാധിക്കുകയില്ല. ഡാച്ചു, ഡാച്ചു, ഡിങ്ചക്, 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 ഡാച്ചു. ഡിങ്ചക്, 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 ഡാച്ചു, 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 ഡാച്ചു. നീ നിന്റെ മന്ത്രയ്ക്ക് നിർത്തി ഇവിടെ ഒളിച്ചിരുന്നു. നിന്റെ പേടി മാറ്റാനായിട്ട് ഞാൻ വേഗം ചിണ്ടുവിനെ ഇങ്ങോട്ട് വിളിക്കാം. ധത്തിനാദിൻ. ഞാനാണ് ജിൻ. പറയൂ ബോസ്, എന്തിനാണ് ഇപ്പൊ എന്നെ വിളിച്ചത്? ദേ അങ്ങോട്ട് നോക്ക്. നീ അത് കാണുന്നുണ്ടോ? അയ്യോ, എന്റെ സകലമാന ജിന്ന് ഭൂതങ്ങളെ, ഇവിടെയുള്ള ഈ ഭൂതങ്ങളെ ഒന്ന് ഓടിച്ചു തരണേ. ഓ ഗ്രീൻ ജിന്ന് ചാത്ത, ഭൂതങ്ങളെ ഓടിക്കണേ. ഇപ്പൊ നിനക്കിതെന്ത് പറ്റി? നീയൊരു ജിന്നല്ലേ? നീ എന്തിനാ പേടിക്കുന്നേ? ജിന്നാണെന്ന് വെച്ചിട്ട് ഇപ്പൊ എന്താ? അവരെന്നെയും പിടിക്കില്ലേ? എനിക്കും ഭൂതങ്ങളെ പേടിയാണ്. എന്റെ പൊന്നു ചിന്നു മുത്തപ്പ, വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ രക്ഷിക്ക. വേഗം വന്ന് ഈ ഭൂതങ്ങളെ ഓടിച്ച് എന്നെ ഒന്ന് രക്ഷിക്ക.